നമസ്കാരം. ബി.ജെ.പിയുടെ മുതിർന്ന നേതാവും സംസ്ഥാന വൈസ് പ്രസിഡന്റും ഗുരുവായൂർ നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമാണ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. തൃശൂർ ബാറിലെ അറിയപ്പെടുന്ന അഭിഭാഷകൻ കൂടിയാണ് ഗോപാലകൃഷ്ണൻ. ഗോപാലകൃഷ്ണൻ ഹിന്ദു വിശ്വാസിയും ഹിന്ദു മതാചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചയാളുമാണ്. ആ ഗോപാലകൃഷ്ണൻ മത്സര രംഗത്ത് വന്നപ്പോൾ ഇന്നലെ ഒരു അഭിപ്രായ പ്രകടനം നടത്തി. എന്തുകൊണ്ടാണ് 50 വർഷമായിട്ടും ഗുരുവായൂർ മണ്ഡലത്തിന് ഒരു ഹിന്ദു MLA ലഭിക്കാത്തത് എന്നായിരുന്നു ചോദ്യം. ആ ചോദ്യം ഉയർത്താനുള്ള കാരണം തന്നെ ലോകപ്രസിദ്ധമായ ഹിന്ദു ആരാധനാലയമായ ഗുരുവായൂർ അമ്പലം സ്ഥിതി ചെയ്യുന്ന മണ്ഡലത്തിൽ എന്തുകൊണ്ടാണ് ഒരു ഹിന്ദുവിന് അരനൂറ്റാണ്ടായിട്ടും ഇവിടെ MLA ആവാൻ കഴിയാത്തത് എന്ന ഉദ്ദേശത്തിൽ ആ ചോദ്യം ചോദിച്ചതിൻ്റെ പേരിൽ ഗോപാലകൃഷ്ണനെതിരെ കേരള പോലീസ് കേസെടുത്തിരിക്കുന്നു. കോൺഗ്രസ് CPM നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തപ്പോൾ അന്വേഷിക്കാൻ കളക്ടറെ ചുമതലപ്പെടുത്തുകയും അതിന് ഭാഗമായി വരണാധികാരിയായ ഒരു ഷീബ പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തതിനെ തുടർന്നാണ് മതവിദ്വേഷം പടർത്താനും കലാപമുണ്ടാക്കാനും ശ്രമിച്ചു എന്ന വകുപ്പ് ചുമത്തിക്കൊണ്ട് ഗോപാലകൃഷ്ണനെതിരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തത്. BNSലെ 192 വകുപ്പും ജനപ്രാതിനിധ്യ നിയമത്തിലെ 125 വകുപ്പുമാണ് ഗോപാലകൃഷ്ണനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഈ 2 വകുപ്പുകളും നിലനിൽക്കുകയില്ല എന്ന് നിയമവിദഗ്ധർ കൃത്യമായി പറയുന്നു. BNSലെ 192 വകുപ്പ് ഒരു വ്യക്തി മതവിദ്വേഷവും വർഗീയ ലഹളയും ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിൽ ബോധപൂർവം പ്രവർത്തിക്കുമ്പോഴാണ്. ജനപ്രാതിനിധ്യ നിയമത്തിലെ 125 വകുപ്പും തെരഞ്ഞെടുപ്പിന് വേണ്ടി മതത്തെയോ ജാതിയെയോ ഭാഷയോ ദുരുപയോഗിക്കുകയും അതിൻ്റെ പേരിൽ ഭിന്നത ഉണ്ടാക്കുകയും ചെയ്യുമ്പോഴാണ്. ഇവിടെ ഗോപാലകൃഷ്ണൻ ഒരു ഹിന്ദു വിശ്വാസിയാണ്. ഹിന്ദു വിശ്വാസിയായ ഗോപാലകൃഷ്ണനെ ഗുരുവായൂർ അമ്പലം നിലനിൽക്കുന്നിടത്ത് ഒരു ഹിന്ദു MLA ഉണ്ടാവാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കാൻ അവകാശമില്ലേ? അല്ലെങ്കിൽ കേരളത്തിൽ ആരും ഒരിക്കലും ജാതിയും മതവും പറയാത്തവരാവണം. ഇവിടെ എല്ലാ പാർട്ടിക്കാരും BJPക്കാർ മാത്രമല്ല CPMും കോൺഗ്രസും അടക്കം എല്ലാ പാർട്ടിക്കാരും ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത് എന്നത് പരസ്യമായ രഹസ്യമല്ല, പരസ്യം തന്നെയാണ്. നിയമസഭയിലും ലോക്സഭയിലും സംവരണ മണ്ഡലങ്ങൾ ഉണ്ടായതുപോലും ജാതി യാഥാർത്ഥ്യമായി അംഗീകരിക്കുന്നത് കൊണ്ടല്ലേ? ഓരോ മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുമ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടികളും മതവും ജാതിയും മാനദണ്ഡമായി എടുക്കുന്നു എന്നതുകൊണ്ടാണ് 48% ജനസംഖ്യയും മുസ്ലിമുകളായിരിക്കുന്ന ഗുരുവായൂരിൽ ഇടതുപക്ഷവും വലതുപക്ഷവും മുസ്ലിം സ്ഥാനാർത്ഥികളെ നിയോഗിക്കുന്നത്. CPIM എന്ന മതേതര പാർട്ടി മുസ്ലിം അല്ലാത്ത ഒരാളെയും കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ഗുരുവായൂരിൽ പരീക്ഷിച്ചിട്ടില്ല. UDFിൻ്റെ കാര്യം പറയുകയേ വേണ്ട. എന്തിനേറെ നമ്മൾ ഗുരുവായൂരിൻ്റെ കാര്യം പറയുന്നു. മുസ്ലിം ഭൂരിപക്ഷ ജില്ലയായ മലപ്പുറത്തെ LDFോ UDFോ മുസ്ലിം അല്ലാത്തൊരു സ്ഥാനാർത്ഥിയെ നിർത്താറുണ്ടോ? ഇക്കുറി ഒരു നിവൃത്തിയുമില്ലാത്തത് കൊണ്ട് തവനൂരിൽ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കി എന്നത് അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, അത്തരമൊരു പാരമ്പര്യം LDFിനോ UDFിനോ ഇല്ല. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി 27 സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ മുസ്ലിം അല്ലാത്ത ഒരേ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് ലീഗ് മതം നോക്കുന്നത് കൊണ്ട് തന്നെയാണ്. കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി ഭൂരിപക്ഷം സ്ഥാനാർത്ഥികളെയും ക്രിസ്ത്യാനിയാക്കിയിരിക്കുന്നതും BJPയും CPMും കൂടുതൽ സ്ഥാനാർത്ഥികളെയും ഹിന്ദുവാക്കുന്നതും മതം പരിഗണിക്കുന്നത് കൊണ്ട് തന്നെയാണ്. വളരെ കുറച്ച് സീറ്റുകൾ മാത്രമുള്ള പത്തനംതിട്ട ജില്ലയിലേക്ക് നോക്കുക. LDFും UDFും ഓരോ സീറ്റിലും ജാതിയും മതവും അളന്നു കുറിച്ചാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത്. അടൂർ സംവരണ മണ്ഡലമാണ്. പട്ടികജാതിക്കാരായിരിക്കും സ്ഥാനാർത്ഥിയാവുക. ഒരു നായരും ഒരു ഈഴവനും ഒരു ഓർത്തഡോക്സുകാരനും ഒരു മാർത്തോമാക്കാരനും ഉണ്ടാവണമെന്ന് ഇരുമുന്നണികളും ശാഠ്യം പിടിക്കുന്നു. അത്തരത്തിൽ തന്നെയാണ് അവർ സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്നതും നിയോഗിക്കുന്നതും. ഈ ഫോർമുല അവർ ഒരിക്കലും പത്തനംതിട്ടയിൽ തെറ്റിക്കാറില്ല. അങ്ങനെ തെറ്റിച്ചാൽ അപ്പോൾ തന്നെ മുറവിളി ഉയരും. എറണാകുളത്ത് 2 മണ്ഡലങ്ങളിൽ ലത്തീൻ കത്തോലിക്കർക്ക് സീറ്റ് കൊടുത്തിട്ടും കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസ് എന്ന മിടുക്കനായ DCC പ്രസിഡന്റ് മത്സരിച്ചപ്പോൾ എന്തൊരു മുറവിളിയാണ്. LDFുകാർ തന്നെ ലത്തീൻ കത്തോലിക്കരെ UDF അവഗണിച്ചു എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു. എന്തുകൊണ്ടാണ് പെരുമ്പാവൂരിലും പിറവത്തും മൂവാറ്റുപുഴയിലും കോതമംഗലത്തും യാക്കോബായക്കാരെ സ്ഥാനാർത്ഥിയാക്കാൻ ഇരുമുന്നണികളും മത്സരിക്കുന്നത്? അവിടെ യാക്കോബായ സഭയുടെ ആസ്ഥാനമുള്ളതുകൊണ്ട്. അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മതത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത്. അവിടെയൊന്നും മറ്റ് മതക്കാർ ഇല്ലാത്തത് കൊണ്ടാണോ? പൂഞ്ഞാർ മണ്ഡലത്തിൽ ക്രൈസ്തവരെ സ്ഥാനാർത്ഥിയാക്കാൻ LDFും UDFും ശ്രമിക്കുന്നത് അവിടെ ഭൂരിപക്ഷം ക്രൈസ്തവരായതുകൊണ്ടാണ്. എന്നാൽ പൂഞ്ഞാർ മണ്ഡലത്തിൽ മുസ്ലിം പോപ്പുലേഷൻ മോശമല്ലതാനും. ഇത്തരം പശ്ചാത്തലത്തിൽ എല്ലാവരും സ്ഥാനാർത്ഥി നിർണയം നടത്തുമ്പോൾ ഹിന്ദു വോട്ടുകളെ കേന്ദ്രീകരിക്കുന്ന ഹിന്ദുത്വ ആശയത്തിൽ മുമ്പോട്ട് പോകുന്ന BJP അവരുടെ ഒരു സ്ഥാനാർത്ഥി എന്തുകൊണ്ട് നിർത്തുന്നില്ല എന്ന് ചോദിക്കുന്നത്
എങ്ങനെയാണ് നിയമവിരുദ്ധമാകുന്നത്? ഭാരതീയ പാരമ്പര്യത്തിലും ഹിന്ദുത്വ ഐഡിയോളജിയിലും ഉറച്ചു വിശ്വസിക്കുന്ന പാർട്ടിയാണ് BJP. മുസ്ലിം ലീഗ് മുസ്ലിം സ്ഥാനാർത്ഥികൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നത് പോലെ തന്നെ മുസ്ലിം ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മതമാണ് വലുത് എന്ന് പറഞ്ഞ് മുസ്ലിം ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നത് പോലെ തന്നെ ഹിന്ദു ലക്ഷ്യങ്ങൾക്ക് വേണ്ടി BJPയും നിലകൊള്ളുന്നു. അതിൽ എന്താണ് തെറ്റ്? ഹിന്ദുവിനെ സ്ഥാനാർത്ഥിയാക്കാത്തത് എന്തുകൊണ്ട് എന്ന് ഒരു BJPയുടെ നേതാവ് ചോദിച്ചാൽ അതിലെന്താണ് നിയമവിരുദ്ധമായുള്ളത്? അതിലെന്താണ് മതേതര വിരുദ്ധമായുള്ളത്? ഹിന്ദുവിൻ്റെ അവകാശത്തെക്കുറിച്ച് പറഞ്ഞു എന്നല്ലാതെ മുസ്ലിമിനെതിരെ എന്തെങ്കിലും പറഞ്ഞോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ന് എനിക്ക് പിടികിട്ടുന്നേയില്ല. അതിൻ്റെ പേരിൽ വർഗീയ കലാപത്തിന് ശ്രമിച്ചു എന്ന് പറഞ്ഞ് കള്ളക്കേസെടുത്താൽ അത് ഹിന്ദു വേട്ടയായി തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും. ഹിന്ദു ക്ഷേത്രങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ സ്വത്തുക്കൾ വീണ്ടെടുക്കാൻ നിയമപോരാട്ടം നടത്തുന്ന ഹിന്ദു ആക്ടിവിസ്റ്റായ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഇങ്ങനെ എഴുതുന്നു: ഗുരുവായൂർ പോലീസിനും ഗോപാലകൃഷ്ണനും 48% ഹിന്ദുക്കളുള്ള ഗുരുവായൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ 50 വർഷമായി ഒരു ഹിന്ദു സ്ഥാനാർത്ഥി ഇടത് വലത് മുന്നണികൾ നിർത്താത്തത് എന്താണ് എന്നുള്ള ഒരു പ്രസക്തമായ രാഷ്ട്രീയ ചോദ്യമാണ് BJP സ്ഥാനാർത്ഥി ഗോപാലകൃഷ്ണൻ ഉയർത്തിയത്. ഈ ചോദ്യം പൊതുസമൂഹം ചിന്തിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങിയതോടെ കേരളത്തിലെ പ്രത്യേക മതേതര ഇക്കോസിസ്റ്റം അസ്വസ്ഥരായി. മുസ്ലിം പാർട്ടിയുടെ ഒക്കച്ചങ്കരൻ കോൺഗ്രസ് പാർട്ടി ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. മദനിയുടെ ഒക്കച്ചങ്കരൻ CPMകാരൻ്റെ നിർദ്ദേശമനുസരിച്ച് ജില്ലാ കളക്ടർ ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പരാതി കിട്ടിയ പാടെ പിണറായിയുടെ ഗുരുവായൂർ പോലീസ് കേസുമെടുത്തു. ഈ വിവരം കേട്ടപാടെ പോയി പണി നോക്കടേ എന്ന നിയമം അറിയാവുന്ന ഗോപാലകൃഷ്ണൻ വക്കീൽ പറയുകയും ചെയ്തു. ഈ വിഷയത്തിൽ ഒരു ചുക്കും ഗോപാലകൃഷ്ണനെതിരെ ഇവന്മാർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറയുന്ന വിഷയം വേറെയാണ്. ഗുരുവായൂർ പോലീസിന് മുമ്പിൽ വന്ന് മറ്റു 3 പരാതികളിൽ ഗുരുവായൂർ പോലീസ് എന്ത് ചെയ്തു എന്ന് നോക്കാം. ഒന്ന്, ഒരു ഇസ്ലാം മതവിശ്വാസി ഹിന്ദുക്കളുടെ ഏറ്റവും വൈകാരികമായൊരു തുളസിത്തറയിൽ ഗുഹ്യഭാഗത്തുള്ള രോമം പറിച്ചിട്ടു. കുടുംബപരമായി ഹോട്ടൽ നടത്തുന്ന ഈ കേസിലെ പ്രതിക്കെതിരെ ഒരു കേസെടുക്കാൻ പോലും തയ്യാറാവാത്ത ഗുരുവായൂർ പോലീസ് നിവൃത്തിയില്ലാതെ കേസെടുത്തെങ്കിലും അയാൾ മാനസിക രോഗിയാണെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. പിന്നെ ഞാൻ ഫയൽ ചെയ്ത കേസിൽ ഗുരുവായൂർ പോലീസിനെ നിശിതമായി വിമർശിച്ച കോടതി വട്ടായ ഒരുത്തൻ ഹോട്ടൽ നടത്തുന്നത് എങ്ങനെയെന്ന് ചോദിച്ചതോടെ തൽക്കാലം അവൻ്റെ കട പൊട്ടിക്കാൻ എനിക്ക് പറ്റി. 2, മുകളിൽ പറഞ്ഞ ഗുഹ്യഭാഗത്തു നിന്ന് മുടി പറിച്ച് തുളസിത്തറയിലിട്ട ജിഹാദിയുടെ TV-യിൽ ഉൾപ്പെടുന്ന വന്ന വീഡിയോ സ്വന്തം FB-യിൽ ഷെയർ ചെയ്ത ശ്രീരാജ് കൈമൾക്കെതിരെ കേസെടുത്തു എന്ന് മാത്രമല്ല, കേസെടുത്ത് 1 മാസം കഴിഞ്ഞ് കുട്ടനാടുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഗുരുവായൂർ പോലീസ് വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് പോയി വിളിച്ചിറക്കി ഉടുപ്പ് മാറാൻ പോലും സമയം കൊടുക്കാതെ അറസ്റ്റ് ചെയ്തു. അതുമാത്രമല്ല, FIR-ൽ ഉണ്ടായിരുന്ന ബെയിലബിൾ കുറ്റങ്ങൾ മാറ്റി ജാമ്യമില്ലാത്ത കുറ്റം കൂട്ടിച്ചേർത്ത് 2 ആഴ്ച ശ്രീരാജ് കൈമളെ ജയിലിലിട്ട് കൂറുതെളിയിച്ചു. 3, ഗുരുവായൂർ ക്ഷേത്രം നടപടികളിലെ റീൽസ് വിലക്കിയ ഹൈക്കോടതി വിധിയെ പുല്ലുവില കൽപ്പിച്ച് വീണ്ടും റീൽസ് ചെയ്ത ജിഹാദി ജസ്ന സലീമിനെതിരെ ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കൊടുത്ത 2 പരാതിയിൽ പേരിന് വേണ്ടി നിവൃത്തിയില്ലാതെ കേസെടുത്തു. തെറ്റ് പറയരുതല്ലോ. കേസെടുത്തിട്ടുണ്ടെങ്കിലും ജസ്ന സലീമിന് ജീവിതത്തിൽ ഇതുവരെ കാണാൻ ശ്രമിക്കാത്ത ഗുരുവായൂർ പോലീസ് ക്ഷേത്രം നടപ്പന്തലിൽ ആ തരികിടയ്ക്ക് കയറാൻ കൂടുതൽ അവസരമൊരുക്കി കൊടുത്തു ഗുരുവായൂർ പോലീസ്. ആ ഫ്രോഡിനെ കൈകാര്യം ചെയ്യാൻ ഒരു പോലീസും ആവശ്യമില്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ഇതാണ് ഗുരുവായൂർ പോലീസ്. ഗോപാലകൃഷ്ണൻ മൂക്കിൽ കയറ്റും പോലും പോയി തരത്തിൽ കളിക്കട പിണറായിയുടെ ഗുരുവായൂർ പോലീസ്. കേരളത്തിൽ ആയിരക്കണക്കിന് വക്കീലന്മാർ കാണും ഗോപാലകൃഷ്ണന് വേണ്ടി കേസ് വാദിക്കാൻ. കാലം മാറി കേരളത്തിലെ ഹിന്ദുക്കളും. വാസ്തവത്തിൽ അനാവശ്യമായി കേസെടുത്ത് ചിലരെ തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ച പോലീസും അതിന് ചുക്കാൻ പിടിച്ച CPMും കോൺഗ്രസും മറന്നു പോകുന്നത് ഇത്തരം നടപടികൾ വഴി ഗുരുവായൂർ പോലൊരു മണ്ഡലത്തിൽ ഒട്ടും പ്രസക്തനല്ലാത്ത ഗോപാലകൃഷ്ണനെ അവർ പ്രസക്തി കൂട്ടിക്കൊടുക്കുന്നുവെന്നാണ്. ഒരു കാര്യം പറയാതിരിക്കാൻ നിവർത്തിയില്ല. BJP സാധ്യത കൽപ്പിക്കുന്നൊരു മണ്ഡലമേ അല്ല ഗുരുവായൂർ. പക്ഷേ ഗുരുവായൂരിലെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ ഈ വിവാദത്തിലൂടെ ശ്രദ്ധേയനാകുന്നു. കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് ശേഖരിക്കാൻ കഴിയുന്ന തരത്തിൽ ഹിന്ദു ധ്രുവീകരണത്തിന് വിവാദം കാരണമായി.